നമ്മളിപ്പോൾ ആഗോളതലത്തിൽ മുൻകാലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട പ്ലേയേഴ്സ് ആരായിരുന്നു? യുഎസ്, ബ്രിട്ടൻ, ഫ്രാൻസ്, അല്ലെങ്കിൽ റഷ്യ, ചൈന ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളായിരുന്നു ആഗോളതലത്തിൽ തന്നെ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ എല്ലാത്തിലും ഇടപെടുന്ന രാജ്യങ്ങൾ. അവിടെ ഇന്ത്യ വളരെ ഒതുങ്ങിക്കൂടിയ ഒരു രാജ്യമായിരുന്നു. പക്ഷെ അവിടെ നിന്ന് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഇന്ത്യയുടെ ഒരു അഗ്രസീവായിട്ടുള്ള ഒരു ഗ്രാഫ് ഉണ്ട്. എന്ന് വെച്ചാൽ പല്ലിന് പല്ല് കണ്ണിന് കണ്ണ് എന്നുള്ള തരത്തിൽ ഇന്ത്യക്കെതിരെ ആര് വരുന്നോ അവർക്കെതിരെ ഏത് രീതിയിലും അല്ലെങ്കിൽ അവരിങ്ങോട്ട് ഒന്ന് തന്നാൽ പത്തായിട്ട് തിരിച്ചു കൊടുക്കുന്ന ഒരു സമീപനം രാജ്യ സുരക്ഷയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ അഭിമാനത്തിന്റെ കാര്യത്തിലൊക്കെ എടുക്കുന്ന ഒരു കർക്കശക്കാരനായിട്ടുള്ള ഒരു മോദിയുണ്ട്. ആ മോദിയുടെ ഇന്ത്യ വളരെ ആക്റ്റീവായിട്ട് ഗ്ലോബൽ പൊളിറ്റിക്സിൽ ഇടപെടുന്ന ഒരു രാജ്യമായിട്ട് ഇന്ന് മാറിയിട്ടുണ്ട്. ഇപ്പൊ നരേന്ദ്രമോദി വരുന്നതിന് മുമ്പ് മൻമോഹൻ സിംഗ് വളരെ നല്ലൊരു ഭരണാധികാരിയായിരുന്നെങ്കിലും അദ്ദേഹം വളരെ കാമായിട്ടുള്ള ഒരാളാണ്. നമ്മുടെ ഒരു സിനിമ അടുത്തിടെ ഇറങ്ങിയല്ലോ, ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമ. അപ്പൊ അതില് നമ്മുടെ ദുൽഖർ സൽമാന്റെ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, ഇത് ഇന്ത്യയാണ്, ഇവിടെ ഇങ്ങനെയാണ്, പൈസ ഉണ്ടായിട്ട് കാര്യമില്ല, അത് ഉണ്ടെന്ന് 10 പേരെ അറിയിക്കണം എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിന്റെ ഒരു ഡയലോഗ് ഉണ്ട്. അത് ആക്ച്വലി ഇന്ത്യയുടെ കാര്യത്തിൽ മാത്രമല്ല, അത് ഒരു ലോക തത്വമാണ്. എന്ന് വെച്ചാൽ ലോകത്തും അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ കയ്യിൽ ലോകത്തും പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതെടുത്ത് നമ്മൾ എറിഞ്ഞാലേ ലോകരാജ്യങ്ങൾ നമുക്ക് വിലയും നിലയൊക്കെ തരുള്ളൂ. അതുപോലെ നമുക്ക് ശക്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് കുറച്ചൊക്കെ നമ്മൾ കാണിക്കണം. ഭയങ്കരമായ ഹാർഡ് പവർ കാണിച്ചില്ലെങ്കിലും കുറച്ചൊക്കെ നമ്മൾ ശക്തി കാണിച്ചില്ലെങ്കിൽ ആരും നമ്മളെ വില വയ്ക്കില്ല, നമ്മൾ ഉണ്ടെന്ന് പോലും ആരും പരിഗണിക്കുകയുമില്ല. ഇപ്പൊ എന്തുകൊണ്ടാണ് ഉത്തര കൊറിയയെ അമേരിക്കക്കാർ ഭയപ്പെടുന്നത്? കിം ജോങ് ഉൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്നൊരു മിസൈൽ വിടാമെന്ന് പറഞ്ഞ് എടുത്ത് അങ്ങോട്ട് വിടും. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ അമേരിക്കയ്ക്ക് പേടി തുടങ്ങും, ഇതിനി ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ആണോ, വാഷിംഗ്ടൺ DC വന്ന് വീഴുമോ, ന്യൂയോർക്കിൽ വരുമോ എന്നൊക്കെയുള്ള ആശങ്കയുണ്ടാവും. അവിടെ അത് വലിയ ചർച്ചയാവും, ആളുകൾക്ക് അതുകൊണ്ട് ഉത്തര കൊറിയ പേടിയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഉത്തര കൊറിയ അങ്ങനെ ഭയപ്പെടുത്തുന്ന ഒരു ശക്തിയൊന്നുമല്ല. പക്ഷെ അവരുടെ കയ്യിൽ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഉണ്ട് എന്നതാണ് അമേരിക്കയെ ഭയപ്പെടുത്തുന്നത്. ഇന്ത്യയുടെ കയ്യിലും ഈ വക സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇന്ത്യ അങ്ങനെ ഒരു ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു രാജ്യമല്ല. നമ്മുടെ ഗാന്ധിജിയുടെ പാരമ്പര്യമാണ് ഇന്ത്യ കുറെ കാലമായി പിന്തുടർന്നു വന്നത്. അതായത് ഒരു കവളത്തടിച്ചാൽ മറു കവള് കൂടി കാണിച്ചു കൊടുക്കും. ഇനി അതുകൊണ്ടാണോന്ന് അറിയില്ല, 1947 പാകിസ്ഥാൻ ജമ്മു കാശ്മീരിലെ കുറെ ഭാഗങ്ങൾ പിടിച്ചെടുത്തപ്പോ ചിലപ്പോൾ 62 നെഹ്റു വിചാരിച്ചാണ് ചൈനയും കുറച്ച് എടുത്തോട്ടെ എന്ന്. കാരണം അതാണല്ലോ ശീലം. എന്തോ ആയിക്കോട്ടെ, അതിലേക്ക് നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ആ ഒരു ഇന്ത്യയിൽ നിന്നൊക്കെ മാറിയിട്ട് ഇന്ന് ഇന്ത്യ കുറച്ചും കൂടി ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. അതായത് ഒന്നും വിട്ടുകൊടുക്കില്ല. ഇപ്പോ കാനഡ എന്ന് പറയുന്ന രാജ്യം വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഇന്ത്യക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു 2 ദിവസം മുമ്പ്. അവരുടെ ഒരു അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് കാനഡയുടെ പൊളിറ്റിക്സിൽ ഇടപെടുന്ന രാജ്യങ്ങളിൽ ചൈന കഴിഞ്ഞാൽ 2ാമത്തെ രാജ്യം ഇന്ത്യയാണ്. 3ാമതാണത്രേ റഷ്യ. അതായത് കാനഡയുടെ തെരഞ്ഞെടുപ്പിനെ പോലും സ്വാധീനിക്കുന്നു ഇന്ത്യ എന്നാണ് അവർ ആരോപിക്കുന്നത്. ഇപ്പൊ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ഇന്ത്യയോട് പ്രശ്നമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഒരു വ്യാജ റിപ്പോർട്ട് ആയിരിക്കാം ഇതെന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാം. അല്ലെങ്കിൽ ഇന്ത്യയെ ആഗോളതലത്തിൽ ഇന്ത്യ ഒരു പ്രശ്നക്കാരനായ രാജ്യമാണെന്ന് ചിത്രീകരിക്കാനായിട്ടുള്ള ഒരു ശ്രമമായിട്ടൊക്കെ ഇതിനെ നമുക്ക് കാണാം. പക്ഷെ എങ്കിലും ഇത് അതിനപ്പുറം ചില മാനങ്ങൾ ഈ വിഷയത്തിലുണ്ട്. ഇന്ത്യയുടെ ശത്രുക്കളെ ഇന്ത്യ ഏത് രീതിയിലും തീർക്കുന്ന വേറൊരു മുഖം കൂടി ഇന്ത്യക്കുണ്ട് എന്ന് ചില രാജ്യങ്ങളെങ്കിലും ഭയപ്പെടുകയോ സംശയിക്കുകയോ ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഒടുവിലത്തൊരു കാര്യം, ഇപ്പോൾ അമേരിക്കയുടെ നാഷണൽ സെക്യൂരിറ്റി വിഭാഗത്തിന്റെ ഒക്കെ പുതിയ ചീഫായിട്ടുള്ള അതിന്റെ തലപ്പത്തേക്ക് ട്രംപ് നിയോഗിച്ചിട്ടുള്ള ആളാണ് തുൾസി ഗബ്ബാർഡ് എന്ന് പറയുന്നത്. അവര് ക്രിസ്ത്യൻ ഫാമിലി ജനിച്ച ഒരാളായിരുന്നെങ്കിലും പിന്നീട് അവരുടെ പാരൻസ് മതം മാറി അവര് ഹിന്ദു മതം സ്വീകരിച്ചു. അങ്ങനെ ഔദ്യോഗികമായിട്ട് സ്വീകരിച്ചു എന്നറിയില്ല, പക്ഷെ അവര് ഹിന്ദു മതം ഫോളോ ചെയ്യുന്നവരാണ്. ഈ തുളസി ഗബ്ബാർഡ് അവരൊരു അമേരിക്കൻ പൗരയാണ്, അമേരിക്കക്കാരിയാണ്. അല്ലാതെ ഇന്ത്യയിൽ നിന്ന് കുടിയേറിയതോ ആഫ്രിക്കയിൽ നിന്ന് കുടിയേറിയ ആളൊന്നുമല്ല, അമേരിക്കക്കാരിയാണ്. പക്ഷെ അവര് ഒരു ഹിന്ദുമത വിശ്വാസിയാണ്. അപ്പൊ ഈ ഹിന്ദുമത വിശ്വാസിയായിട്ടുള്ള അവർക്ക് നേരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഡെമോക്രാറ്റുകൾ ഉന്നയിക്കാൻ തുടങ്ങി. അതിൽ പ്രധാനപ്പെട്ട ഒരു ആരോപണം, ഈ തുളസി എന്ന് പറയുന്നത് പുടിന്റെ ഒരു പപ്പറ്റാണ്, നരേന്ദ്രമോദിയുടെ പപ്പറ്റാണ് എന്നതായിരുന്നു. ഒടുവിൽ അവർക്ക് തുറന്നു പറയേണ്ടി വന്നു, ഞാൻ ആരുടെയും പപ്പറ്റല്ല, പലരും എൻ്റെ മേൽ ആരോപണം ഉന്നയിക്കുന്നുണ്ട്, ഞാൻ മോദിയുടെയും പുടിന്റെയും ഒക്കെ പപ്പറ്റാണ് എന്ന്. നോക്കൂ, ഈ തുളസി ഗബ്ബാർഡ് എന്ന് പറയുന്നത് അമേരിക്കയുടെ നാഷണൽ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ ഡയറക്ടറാണ്. ഇവരുടെ കീഴിൽ എത്രയോ ഇന്റലിജൻസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ? സോ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും നമ്മുടെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരുപാട് പ്രേക്ഷകർ കമന്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. വ്യക്തിപരമായി എനിക്കും തോന്നിയിട്ടുള്ളതും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ലീഡർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധിയെ പോലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലീഡർ ഇന്ത്യയുടെ ചരിത്രത്തിൽ നരേന്ദ്രമോദിക്ക് മുമ്പ് ഉണ്ടായിരുന്നോ എന്ന് സംശയമാണ്. അതിനുശേഷം അടൽ ബിഹാരി വാജ്പേയി, അദ്ദേഹം ആണവായുധം പരീക്ഷിക്കാൻ കാണിച്ച ധൈര്യത്തെ നമുക്ക് വില കുറച്ച് കാണാൻ പറ്റില്ല. ലാൽ ബഹദൂർ ശാസ്ത്രി,
അധികകാലം അധികാരത്തിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അകാലത്തിൽ നമുക്ക് നഷ്ടമായെങ്കിലും അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലീഡറായിരുന്നു. നമ്മുടെ ജവഹർലാൽ നെഹ്റു അദ്ദേഹം ഒരു ജെന്റിൽമാൻ ലുക്ക് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഒരു മാന്യനായിട്ടുള്ള, അത്യാവശ്യം എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയായിരുന്നുവെങ്കിലും രാജ്യത്തിന്റെ വിഷയങ്ങളിൽ അദ്ദേഹത്തിന് ഒരുപാട് വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്. രാജീവ് ഗാന്ധിയുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഇന്ദിരാഗാന്ധിയുടെ കാര്യത്തിൽ അവർ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ലേഡി ആയിരുന്നു. അതാർക്കും, എനിക്ക് തോന്നുന്നു BJP-കാർ പോലും അക്കാര്യം നിഷേധിക്കുമെന്ന് തോന്നുന്നില്ല. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലീഡർ ആയിരുന്നു ഇന്ദിരാഗാന്ധി. അപ്പോൾ ആ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പോലും അമേരിക്കയിൽ ഇങ്ങനെ ഒരു ആരോപണം ആർക്കെങ്കിലും നേരെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം നോക്കൂ, അമേരിക്കയുടെ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറിന് നേരെ ഉണ്ടായ ആരോപണം എന്താണ്? നരേന്ദ്രമോദിയുടെ പപ്പറ്റാണെന്നാണ്. ഇപ്പൊ റഷ്യയുടെ പേര് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, റഷ്യ വളരെ പവർഫുൾ ആണ്, പുടിൻ അതുകൊണ്ട് തന്നെ വളരെ പവർഫുൾ ആണ്. സോവിയറ്റ് യൂണിയനും അതിനുശേഷവും ഒക്കെ റഷ്യ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലേറെയായിട്ട് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ്. ആദ്യം അത് സോവിയറ്റ് രൂപത്തിലായിരുന്നു. സോവിയറ്റ് തകർന്നെങ്കിലും റഷ്യ അങ്ങനെ തന്നെ വളരെ പവർഫുൾ ആയിട്ട് നിലനിൽക്കുകയാണ്. അപ്പൊ റഷ്യയുടെ പേര് പറയുന്നതിന് നമുക്ക് മനസ്സിലാക്കാം. 1947 നമ്മൾ സ്വാതന്ത്ര്യം നേടുമ്പോൾ ഇന്ത്യ ഒന്നുമല്ല. 2014 ഇപ്പോൾ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോഴും ഇപ്പോഴും നമ്മൾ റഷ്യയുമായിട്ടും അമേരിക്കയുമായിട്ടും താരതമ്യപ്പെടുത്തിയാൽ സൈനിക ശേഷിയിലൊന്നും നമ്മൾ അത്രയും ഒന്നും എത്തിയിട്ടില്ല. ഇനിയും ഒരുപാട് നമ്മൾ മുന്നേറാനായിട്ടുണ്ട്. ഇതെല്ലാവർക്കും അറിയാം. പക്ഷെ എന്നിട്ടും അമേരിക്കയുടെ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ മോദിയുടെ പപ്പറ്റാണ് എന്ന് ആരോപണം അവർക്ക് നേരിടേണ്ടി വന്നു. അതുപോലെ തന്നെ അമേരിക്കയുടെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം പറയപ്പെട്ട പേരുകൾ 3 പേരുകളാണ്. ഒന്ന് സ്വാഭാവികമായും ചൈനയുടെ പ്രസിഡന്റ് ഷി ജിൻപിങ്ങിന്റെ പേര്, 2 നമുക്കറിയാം റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ പേര്, 3 നരേന്ദ്രമോദിയുടെ പേരാണ്. അതിൽ മോദിയുടെ പേര് ഏറ്റവും കൂടുതൽ തവണ തെരഞ്ഞെടുപ്പ് വേളകളിൽ ഉച്ചരിച്ചയാള് ട്രംപ് ആണ്. അതും ഒരു പ്രൊമോഷൻ പോലെയാണ് അദ്ദേഹം നരേന്ദ്രമോദിയെ പുകഴ്ത്തിയും വാഴ്ത്തിയും പാടിയത്. അപ്പോൾ ഇതൊക്കെ ഒരു പുതിയ കാഴ്ചയാണ്. ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേര് അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ ചർച്ചയായിട്ടുണ്ടോ? ഉണ്ടാവുകയില്ല. ഇന്ന് എന്തുകൊണ്ട് അങ്ങനെ ആവുന്നു എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ സ്ട്രെങ്ത് കൂടുന്നുണ്ട്. അതിപ്പോൾ സോഫ്റ്റ് പവർ ആണെങ്കിലും ഹാർഡ് പവർ ആണെങ്കിലും, അത് എക്കണോമിക് സ്ട്രെങ്ത് ആണെങ്കിലും, ഗ്ലോബൽ പ്രസൻസ് ആണെങ്കിലും, ടെക്നോളജി രംഗത്താണെങ്കിലും. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? മാങ്ങയുള്ള മാവിലെ കല്ലെറിയൂ എന്നുള്ളതാണ്. ഇപ്പൊ ഇന്ത്യ എന്തൊക്കെയോ ആയിട്ടുണ്ട് അല്ലെങ്കിൽ ആകുന്നുണ്ട് എന്ന് ഇന്ന് പലരും തിരിച്ചറിയുകയാണ്. നേരത്തെ നമ്മൾ ഉണ്ടെന്ന് പോലും ആരും കണക്കാക്കിയിട്ടില്ല. ഇന്ത്യ എന്ന രാജ്യത്തെ കുറിച്ച് ആർക്കും കാര്യമായി അറിയില്ല. ഇന്ന് നരേന്ദ്രമോദിയെ അറിയാത്തവര് ചിലപ്പോൾ സായിപ്പന്മാരിൽ കുറച്ച് പേര് മാത്രമേ കാണൂ. ഇവർക്ക് ലോക വിവരം വളരെ കുറവാണ്. ഞാൻ അവരുടെയൊക്കെ വീഡിയോ കണ്ടിട്ട് പറയുന്നതാണ്. വ്യക്തിപരമായി എനിക്ക് അവരോട് ഏതെങ്കിലും വിയോജിപ്പുണ്ടായതുകൊണ്ട് പറയുന്നതല്ല. പൊതുവേ ലോക രാജ്യങ്ങളെക്കുറിച്ചും ലോക കാര്യങ്ങളെക്കുറിച്ചും ഒന്നും ഇവർക്ക് വലിയ ബോധമില്ല. ഇക്കാര്യം തുറന്നു പറഞ്ഞതുകൊണ്ടാണ് നമ്മുടെ രാമസ്വാമിയെ ഇപ്പോൾ അവർക്ക് ആർക്കും കണ്ടുകൂടാത്തത്. അപ്പം എന്തായാലും അതൊരു സത്യമാണ്. എന്നാൽ ഏഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ചും കൂടി ലോക വിവരമുണ്ട്, കുറച്ചും കൂടി ജനറൽ നോളജ് കൂടുതലാണ്, ബുദ്ധിയും ബോധവും ഉണ്ട്. അതുകൊണ്ട് അവർ ഈ ഇന്റർനാഷണൽ പൊളിറ്റിക്സും അല്ലെങ്കിൽ വിഷയങ്ങളുമൊക്കെ വളരെ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. അമേരിക്കൻസും യൂറോപ്യൻസും ഒന്നും അങ്ങനെയല്ല. അവരുടെ ജോലിയിൽ അവർ മികച്ച ആൾക്കാരായിരിക്കും. പക്ഷെ പൊതുവെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും അവർ അത്ര അങ്ങോട്ട് ശ്രദ്ധാലുക്കളല്ല. അപ്പോൾ ഈ ട്രംപ് വന്നതിന് ശേഷമാണ് ഇതൊക്കെ അവിടെ ഒരു ചർച്ചയാവുന്നത്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ട്രംപ് അങ്ങനെ ഈ വിഷയങ്ങളൊക്കെ പൊതുവെ ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരുന്ന ഒരാളാണ്. അതുകൊണ്ട് അതിലൂടെ ഒരുപാട് പേര് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ ഇന്ന് കുറെ കൂടി ആക്റ്റീവായിട്ടുള്ള ഒരു ലെവലിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇതൊരു ചെറിയ കാര്യമല്ല. ഇന്ത്യയുടെ ആഗോള തലത്തിലുള്ള സ്വാധീനം നമ്മൾ ഇവിടെ കാണണം. എത്ര തവണയാണ് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ പേര് ആഗോള തലത്തിൽ ചർച്ചയായത്? പല വിഷയങ്ങളിലും ഇടപെടുന്നുണ്ട് എന്ന് പറഞ്ഞത് അമേരിക്കയും 5 ഐസും പോലെയുള്ള അവരുടെ സഖ്യ കൂട്ടായ്മകളുമൊക്കെയാണ്. അപ്പം ഞാൻ പറയുന്നത് ഇന്ത്യ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നല്ല, നമുക്ക് അങ്ങനെ പറയാനും പറ്റില്ലല്ലോ. അവരൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് ഞാനാണെന്ന് ചാടിക്കേറി ഏറ്റെടുക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. അതൊരു ആരോപണമായിട്ട് അവിടെ നിൽക്കട്ടെ. പക്ഷെ ഇങ്ങനെ ഒരു സംശയം പോലും അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ രാജ്യം അത്രയും സ്ട്രോങ് ആയി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. അല്ലെങ്കിൽ ഒരിക്കലും അമേരിക്കയുടെ നാഷണൽ ഇന്റലിജൻസിന്റെ ഡയറക്ടറിന് അല്ലെങ്കിൽ തുളസി ഗബ്ബാർഡിന് ഞാൻ മോദിയുടെ പപ്പറ്റല്ല, ഞാൻ പുടിന്റെ പപ്പറ്റല്ല എന്നൊന്നും പറയേണ്ടി വരില്ല. അതുപോലെ ഒരിക്കലും കാനഡയുടെ അന്വേഷണ കമ്മീഷന് അവരുടെ പൊളിറ്റിക്സിൽ, അവരുടെ തെരഞ്ഞെടുപ്പിലൊക്കെ ഇന്ത്യ ഇടപെടുന്നുണ്ട് എന്ന് പറയേണ്ടി വരില്ലല്ലോ. അപ്പൊ ഇന്ത്യ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്ന് അവർ ഭയപ്പെടുന്നുണ്ട്, അവരങ്ങനെ ആശങ്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അവർക്ക് പറയേണ്ടി വരുന്നത്. സോ ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യ പഴയ ഇന്ത്യ അല്ല. ഇന്ത്യ ഇന്ന് വളരെയധികം ശക്തമായ ഒരു രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാകണം വ്ളാഡിമിർ പുടിൻ പറഞ്ഞത് 3 സൂപ്പർ പവറുകൾ എന്ന് നിങ്ങൾ പറയരുത്, 4 സൂപ്പർ പവറുകൾ എന്ന് പറയണം. കാരണം അതിലൊന്ന് ഇന്ത്യയാണ് എന്ന്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.